സിനിമകളിൽ മഴ പെയ്യ്ക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് റെയിൻ ഗണ്ണുകൾ അല്ലെങ്കിൽ റൂഫുകളിൽ വെക്കുന്ന വലിയ റെയിൻ നോസിലുകളാണ്. വാട്ടർ ടാങ്കറുകളിൽ നിന്നും വലിയ പ്രഷർ പമ്പുകൾ ഉപയോഗിച്ച് ഉയർന്ന പ്രഷറിലാണ് ഇതിലേക്ക് വെള്ളം അടിച്ചു കൊടുക്കുന്നത്. ഇതുവഴി വെള്ളത്തുള്ളികൾ സാധാരണ മഴ പെയ്യുന്നത് പോലെ വിശാലമായി അന്തരീക്ഷത്തിലേക്ക് ചിതറി വീഴുന്നു. പക്ഷേ റെയിൻ ഗൺ മാത്രം ഉപയോഗിച്ചാൽ ക്യാമറയിൽ മഴ കാണില്ല. ആ വിഷ്വൽ സിനിമാറ്റിക് ആകണമെങ്കിൽ മഴത്തുള്ളികളുടെ തൊട്ടു പുറകിൽ നിന്നും വലിയ ലൈറ്റുകൾ കൊടുക്കണം. പുറകിൽ നിന്നും വെളിച്ചമടിക്കുമ്പോൾ മാത്രമാണ് ആ വെള്ളത്തുള്ളികൾ തിളങ്ങി ക്യാമറയിൽ ഇത്രയും വ്യക്തമായി തെളിയുന്നത്. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് ഇരുണ്ടതായിരിക്കണം. ഇരുണ്ട പശ്ചാത്തലത്തിൽ ബാക്ക് ലൈറ്റിന്റെ വെളിച്ചത്തിൽ വീഴുന്ന വെള്ളത്തുള്ളികളാണ് നമ്മൾ കാണുന്ന മഴ. ഇനി പകൽ സമയത്തെ മഴ എങ്ങനെയെന്ന് നോക്കാം. പകൽ സമയത്ത് പ്രകൃതിദത്തമായ വെളിച്ചമുള്ളതുകൊണ്ട് നമ്മൾ ക്യാമറ വെക്കുന്നത് സൂര്യന് അഭിമുഖമായിട്ടായിരിക്കും. അതായത് സൂര്യൻ മഴത്തുള്ളികളുടെ പുറകുവശത്തായി വരുന്ന രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ സൂര്യപ്രകാശം വെള്ളത്തുള്ളികളിൽ തട്ടിത്തിളങ്ങുകയും പകൽ വെളിച്ചത്തിലും വ്യക്തമായി മഴ ക്യാമറയിൽ പതിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മരങ്ങളോ ഇരുണ്ട ഭിത്തികളോ അല്ലെങ്കിൽ നിഴൽ വീണ കറുത്ത പശ്ചാത്തലമോ ബാക്ക്ഗ്രൗണ്ടായി വരുന്ന കോണുകളിൽ മാത്രമാണ് ക്യാമറ ഫ്രെയിം ചെയ്യുന്നത്. ഇനി സൂര്യപ്രകാശം കുറവാണെങ്കിൽ അല്ലെങ്കിൽ നിഴലുള്ള സ്ഥലമാണെങ്കിൽ സൂര്യവെളിച്ചത്തേക്കാൾ പവറുള്ള സിനിമാ ലൈറ്റുകൾ പുറകിൽ നിന്നടിച്ചാണ് പകൽ സമയത്തും വെള്ളത്തുള്ളികൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി, ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് 7-ാം തീയതി ഞങ്ങളുടെ ഒരു കുഞ്ഞു ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ രണ്ടാമത്തെ ചിത്രമാണിത്. ആദ്യത്തെ ചിത്രം പറഞ്ഞു തീരാതെ, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പുതിയ ചിത്രവും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.